പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം 2026 വർഷത്തിലെ ഓരോ നക്ഷത്രങ്ങളുടെയും പൊതുഫലം ഈ ചാനലിലൂടെ നമ്മൾ പറയാറുണ്ടായി. അതിൽ ഏറ്റവും അവസാനമായി അത്തരത്തിലൊരു വീഡിയോ ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് നേരത്തെ തന്നെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നുവെങ്കിലും പലരുടെയും നിർബന്ധങ്ങൾ വന്നതിനാലാണ് നമ്മൾ രേവതി നക്ഷത്രം നേരത്തെ ചെയ്തത്. ഉത്രട്ടാതി നക്ഷത്രം മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ നിരന്തരം പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രം കൂടി നമ്മൾ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, 2026 ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ പൊതുഫലവും പ്രസക്തിയും ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ നിത്യം നടക്കുന്ന പ്രാർത്ഥനയിലും ഗുരുപൂജയിലും ഉൾപ്പെടുത്തി നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന പ്രാർത്ഥനകൾ ചെയ്യുകയാണ് എന്നുകൂടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് സന്ദേശം അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾ ലളിതമായി പരിഹരിക്കാവുന്ന രീതിയിൽ, വലിയ മുതൽ മുടക്കോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് എത്ര വലിയ പ്രശ്നവും പരിഹരിക്കാവുന്ന രീതിയിൽ ജ്യോതിഷവിധി പ്രകാരമുള്ള നിർദ്ദേശങ്ങളും കൃത്യമായ വിശകലനങ്ങളും ഒക്കെ തന്നെ നൽകി നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നുകൂടെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് വളരെ ഗൗരവത്തോടെ ഒരു നക്ഷത്രത്തെക്കുറിച്ച് പരിശോധിക്കുകയാണ്. ഈ ഗൗരവത്തിൻ്റെ അടിസ്ഥാനം അത്യന്തം ആത്മാർത്ഥതയും അർപ്പണബോധവും തന്നെയാണ്. സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്വം സ്വാഭാവികമായി ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേക നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉത്രട്ടാതി നക്ഷത്രം തന്നെയാണത്. മറ്റുള്ളവർ തളരുമ്പോൾ താങ്ങായി നിൽക്കുന്നവരും വാക്കുകളിൽ കുറവും പ്രവൃത്തിയിൽ അധികവുമുള്ളവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിലാണ് അവർക്ക് ഉത്തരവാദിത്തം, അല്ലാതെ വാചകമടിച്ച് നിൽക്കാറില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ പൂർണ്ണമായ അർപ്പണബോധം എല്ലാ കാര്യത്തിലും അവർക്കുണ്ട് എന്നുള്ളതാണ്. 2026 ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക രീതി, ജോലിയിലെ കാര്യങ്ങൾ, വിവാഹം നടക്കാത്തവരാണെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ പൊതുകാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എന്താണ് നൽകുന്നത് അത് നമുക്ക് ക്രമമായി വ്യക്തമായി ഇപ്പോൾ തന്നെ പരിശോധിക്കാം. ഒരു മീനൻ രാശി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം. മനുഷ്യഗണമാണ്, അഹിർബുദ്ധ്യനാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. സ്വാഭാവികമായ ഉത്തരവാദിത്വവും സഹനവുമുള്ള ഒരു നക്ഷത്രമാണ്. ആരംഭിച്ചതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ ആ നക്ഷത്രം അത് പിന്തുടരുകയും പൂർത്തിയാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത. ഇതാണ് ഉത്രട്ടാതിയുടെ ആത്മാവെന്ന് പറയുന്നത്. അത് ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ആ നക്ഷത്രത്തിൽ ജനിച്ചവർ തീർച്ചയായും ഒരു കാര്യവും പാതി വഴിക്ക് ഉപേക്ഷിക്കില്ല. എന്ത് ചെയ്യുന്നതിന് മുമ്പും അല്പം ആലോചിക്കുകയും വ്യക്തമായ തീരുമാനവും ധാരണയും എടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇടപെടുക. തീർച്ചയായും ആ കാര്യം പൂർത്തിയാകുന്നത് വരെ അതിനോടൊപ്പം സഞ്ചരിച്ച് വേണ്ടത് ചെയ്യുന്നയാളാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. അതൊരു വലിയ മേന്മയാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ വളരെ അപൂർവമായി മാത്രമാണ് സമൂഹത്തിൽ നമുക്ക് ലഭിക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ സമൂഹത്തിനും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ വലിയ ഒരു മുതൽക്കൂട്ടാണെന്ന് പറയേണ്ടി വരും. പൊതു സ്വഭാവം നമുക്ക് പരിശോധിച്ച് നോക്കാം. എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ്. കുടുംബത്തെയും സമൂഹത്തെയും തന്നാൽ കഴിയുന്ന രീതിയിൽ താങ്ങി നിർത്തുന്നവരാണ്. വാക്കുകളൊക്കെ വളരെ കുറച്ചുപയോഗിക്കും. പക്ഷേ വാഗ്ദാനം ചെയ്താൽ മരണം വരെ ആ കാര്യം പാലിക്കുന്നൊരു സ്വഭാവക്കാരാണ്. ആത്മാർത്ഥതയും വിശ്വസ്തതയും ഇവർക്കുണ്ടാകുമെന്നാൽ സ്വന്തം ചുമലിലേക്ക് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. ക്ഷീണമൊന്നും ഒരിക്കലും പുറത്ത് കാണിക്കില്ല. സഹായം ചോദിക്കാൻ ഇവർക്ക് മടിയായിരിക്കും. എന്നാൽ വിഷമമുണ്ടെങ്കിലും അത് അടക്കി വയ്ക്കും. ശബ്ദമില്ലാതെ ഭാരം ചുമക്കുന്ന നക്ഷത്രം അതാണ് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ സമ്പത്തിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചാലോ. പണം കൈകാര്യം ചെയ്യുന്നതിൽ അത്യന്തം സൂക്ഷ്മതയുള്ളവരായിരിക്കും. അനാവശ്യ ചിലവുകളെല്ലാം തന്നെ ഒഴിവാക്കി നിർത്തും. സമ്പത്ത് ഇവർക്ക് പതുക്കെ പതുക്കെ വളരും. അക്കാര്യം കണിശതയാണ്. 2026 സാമ്പത്തിക സ്ഥിരതയുണ്ടാകും. പഴയ കടബാധ്യതകളൊക്കെ കുറഞ്ഞു പോകും. കഷ്ടപ്പാടിലൂടെ വലിയ നേട്ടമുണ്ടാകും. ദീർഘകാല സുരക്ഷയുണ്ടാകും. ഭൂമി, വീട് ഇവ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊക്കെ തന്നെ ഇവർക്കുണ്ടാകും. പെട്ടെന്നുള്ള ധനമല്ല,
സ്ഥിരമായ ഐശ്വര്യമാണ് ഇവർക്ക്. ഇതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ സാമ്പത്തികമായ കാര്യങ്ങളിലേക്കുള്ള വഴി. 2026 ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ. കുടുംബത്തിൻ്റെ നട്ടെല്ലായിരിക്കും അവർ. എല്ലാവരുടെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നതിന് വലിയ മഹാമനസ്കത ഇവർക്കുണ്ടാകും. മാതാപിതാക്കൾക്ക് ഇവർ വളരെ കരുതലാണ് നൽകുന്നത്. പക്ഷേ സ്വന്തം സന്തോഷം പിന്നിലേക്ക് മാറ്റിവെക്കുന്നത് ഇവർക്കൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യം ഉണ്ടാക്കും. കുടുംബത്ത് ഐക്യം വർദ്ധിക്കും. പഴയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശാന്തമായി പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ ഇവർക്ക് വലിയ ആദരവുകൾ ലഭിക്കും. അതുപോലെ തന്നെ വിവാഹിതരാകാത്ത ഉത്രട്ടാതി നക്ഷത്രക്കാരാണെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് വിവാഹം അല്പം വൈകിയേക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വിവാഹം കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ സ്ഥിരതയും ശാന്തതയും ഉണ്ടാകും. വിശ്വസ്തതയാണ് ഇവരുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം. ഉത്തരവാദിത്വം നിറഞ്ഞ ജീവിതമായിരിക്കും ഇവരുടേത്. കുടുംബത്തിൽ എപ്പോഴും സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് മുന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുണ്ട്. അധികം സംസാരിക്കാത്തത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചേക്കാം. പക്ഷേ ദാമ്പത്യബന്ധം 2026 കരുത്താർജിക്കുമെന്ന് പറയണം. പങ്കാളിയുടെ പിന്തുണ അത് വളരെ ശക്തമായി തന്നെ ഉണ്ടാകും. തുറന്ന സംഭാഷണം എപ്പോഴും നിങ്ങളുടെ ബന്ധത്തെ സ്വർണത്തിന് തുല്യമാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. കുട്ടികളുടെ കാര്യം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് കുട്ടികൾക്ക് വലിയ സന്തോഷകരമായ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പഠനം ഉത്തരവാദിത്തമായിട്ടാണ് അവർ കാണുന്നത്. ഇഷ്ടപ്പെട്ടാൽ ആഴത്തിൽ പഠിക്കും. അനുയോജ്യമായ മേഖലകൾ താഴെ പറഞ്ഞുതരാം. അഡ്മിനിസ്ട്രേഷൻ, നിയമം, ബാങ്കിങ്, ഗവേഷണം, അധ്യാപനം ഇവയാണ്. സ്ഥിരത ആവശ്യമായ പഠനമാണ് ഇവർക്കുള്ളത്. അതായത് പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായും അത് പൂർത്തിയാക്കും എന്നുള്ളതാണ് ഈ നാളുകാരെ സംബന്ധിച്ച്, അവരുടെ മക്കളെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ജോലിയെ സംബന്ധിച്ച് നമുക്കൊരു ചിന്തിച്ച് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വേണ്ടത് സർക്കാർ ജോലിയാണ്. മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ പങ്കെടുക്കണം. ബാങ്കിങ് മേഖല, അക്കൗണ്ടൻസ്, അധ്യാപനം, അതുപോലെ തന്നെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജോലികൾ, ഇവയൊക്കെ തന്നെയാണ് ഇവർക്ക് യോജിക്കുന്നത്. 2026 സംബന്ധിച്ചാണെങ്കിൽ ജോലിയിൽ സ്ഥിരത വരും എന്നുള്ളതാണ്. മേലധികാരികളുടെ വിശ്വാസം നേടും. ഉത്തരവാദിത്ത ബോധങ്ങളൊക്കെ കൂടിക്കൂടി വരും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. കഠിനാധ്വാനം വേണം. അവസാനം ഇവർക്ക് വലിയ അംഗീകാരമാണ് വന്നു ചേരാൻ പോകുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭൂമിയും വീടും ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചാലോ. സ്വന്തമായി വീട് അതൊരു ലക്ഷ്യമായി തന്നെയാണ് ഇവർ കാണുന്നത്. ഇല്ലാത്ത ആൾക്കാർ തീർച്ചയായും അത് ഉണ്ടാക്കും, നേടുമെന്ന് കാണുന്നുണ്ട്. വീട് എപ്പോഴും ഇവർക്ക് സുരക്ഷിതമായൊരിടമാണ്. 2026 ഭൂമിയെ സംബന്ധിച്ചോ വീടിനെ സംബന്ധിച്ചോ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമി ഇല്ലാത്തവർ, വീടില്ലാത്തവർ വാങ്ങാനോ പുതിയതായി വീട് വയ്ക്കാനോ, വീടുള്ളവരാണെങ്കിൽ അതൊന്ന് പുതുക്കിപ്പണിയാനോ ഒക്കെ ആലോചിക്കുന്നൊരു സമയമാണ്. രേഖകളൊക്കെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ വലിയ നേട്ടമുണ്ടാകൂ. അതുപോലെ തന്നെ നമുക്കൊന്ന് വിവാഹകാര്യത്തെക്കുറിച്ച് പരിശോധിച്ചാലോ. ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് യോജിക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് രേവതി, പൂരുരുട്ടാതി, തിരുവോണം, പൂയം, അനിഴം എന്നിവയാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി, ഭരണി, ചിത്തിര, കാർത്തിക എന്നിവയാണ്. സ്ത്രീകളുടെ കാര്യം പരിശോധിച്ചാൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വിവാഹ കാര്യങ്ങൾക്ക് യോജിക്കുന്ന പുരുഷന്മാരുടെ നക്ഷത്രങ്ങൾ രേവതി, പൂരുരുട്ടാതി, തിരുവോണം, പൂരാടം എന്നിവയാണ്. ഇവർക്ക് യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകം, ആയില്യം, ചോതി, അശ്വതി എന്നിവയാണ്. പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, നക്ഷത്രം മാത്രം നോക്കി ഒരിക്കലും വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കരുത്. രണ്ട് കൂട്ടരുടെയും ജാതകങ്ങളിൽ വ്യക്തമായ പരിശോധന അനിവാര്യമായ ഒരു കാര്യമാണത്. കാര്യം നിങ്ങൾക്ക് സൃഷ്ടിക്കേണ്ടത് പുതിയൊരു തലമുറയെയാണ്, ഒരു സമൂഹത്തെയാണ്. നിങ്ങൾ വിവാഹിതരാകുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുട്ടികളും നല്ല രീതിയിൽ വളരണമെന്നുള്ള ഇച്ഛാബോധം നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് തീർച്ചയായും പൂർണ്ണമായ പൊരുത്തങ്ങൾ നോക്കി തന്നെ വിവാഹത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലതായിട്ട് വരിക. 2026 വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്ഥിരതയും ജീവിത ക്രമീകരണം നൽകുന്ന വർഷമാണ്. ജീവിതം ഒരു പാളത്തിലേക്ക് കൃത്യമായി വന്നു പോകും. മനസ്സിന് ഉറപ്പുണ്ടാകും. ശരിയായ തീരുമാനങ്ങളൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ദീർഘകാലമായ കാര്യങ്ങളിലൊക്കെ സുരക്ഷാബോധമുണ്ടാകും. രണ്ടാം പകുതിയിൽ വളരെ തൃപ്തികരമായ മാനസികാവസ്ഥയാണ് ഉണ്ടാകുക. 2026 ജനുവരി മുതൽ മാർച്ച് വരെ പരിശോധിച്ചാൽ ഉത്തരവാദിത്വം വർദ്ധിക്കും. മാനസികമായ ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ക്ഷമയും ആവശ്യമായി വന്നേക്കാം. ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിച്ചാൽ ജോലിയിൽ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ നിയന്ത്രണം വേണം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരു സമയമാണ്.
ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിച്ചാൽ കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും. തീരുമാനങ്ങളെല്ലാം ഫലപ്രദമാകും. അത് നടപ്പാക്കാനും കഴിയും. അതുപോലെ തന്നെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിച്ചാലോ മാനസികമായ സമാധാനം നിങ്ങൾക്കുണ്ടാകും. ദീർഘകാല ലക്ഷ്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി വരും. ജീവിതം സ്ഥിരതയിലേക്ക് പോകുന്നൊരു സമയമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പ്രത്യേകത എന്തെന്നാൽ ഇത് ഉത്തരവാദിത്വത്തിൻ്റെ നക്ഷത്രമാണ്, സഹനത്തിൻ്റെ നക്ഷത്രമാണ്, ജീവിതം താങ്ങി നിർത്തുന്ന നക്ഷത്രമാണ്. ജീവിതം നിങ്ങളെ കഠിനമായി പരീക്ഷിച്ചേക്കാം, പക്ഷേ അതെല്ലാം നിങ്ങളെ ബലപ്പെടുത്താനാണെന്ന് മനസ്സിലാക്കുക. പൊതുവെ പറയുകയാണെങ്കിൽ എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കാൻ നിൽക്കരുത്. സഹായം സ്വീകരിക്കാൻ പഠിക്കണം. വിശ്രമം നൽകേണ്ട കാര്യങ്ങൾക്ക് വിശ്രമം നൽകണം. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ശനിയാഴ്ച എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ദാനങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആത്മീയമായ കാര്യങ്ങൾക്ക് അല്പം സമയം നിശ്ചയിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും ഓം അഹിർബുദ്ധന്യായ നമ എന്ന് ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമാവും. പ്രിയപ്പെട്ടവരെ, നന്ദി, നമസ്കാരം.